പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ ഈ പ്രഭാതത്തിൽ വിശുദ്ധ പാദ്രി പിയെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടവരാതിരിക്കട്ടെ എന്ന പൗലോസ്ലീഹായുടെ വചനങ്ങൾ പാദ്രി പിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകിയെന്ന് കാണുവാൻ കഴിയും. പാദ്രി പിയുടെ ജീവിതചര്യകളെയും പ്രവർത്തനങ്ങളെയും ദൈവസ്നേഹത്തെയും കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളിൽ. ബലിയർപ്പണ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ബലിയർപ്പിച്ചിരുന്നു. പലപ്പോഴും മണിക്കൂറുകൾ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ബലിയർപ്പിച്ചു എന്നാണ് പറയുന്നത്. പഞ്ചക്ഷതധാരിയായിരുന്നു പാദ്രി പിയോ. 1968 സെപ്റ്റംബർ 23 ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയ പാദ്രി പിയോയെ 2002 ജൂൺ 16 ജോൺ പോൾ II മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് വരുത്തി. സഭാധികാരികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ്. ആശ്രമത്തിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ബലിയർപ്പണത്തിൽ നിന്ന് മാറ്റി നിർത്തി പൊതുവായിട്ടുള്ള ജനഹിത കുർബാനയിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തി കൂടുതൽ സമയമെടുക്കുന്നു എന്ന കാരണത്താൽ. എന്നാൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈ വിശുദ്ധൻ ജീവിച്ചു. കാരുണ്യവാനായ കർത്താവ് വിശുദ്ധനെ പോലെ ഞങ്ങളും പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ കണ്ടെത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കട്ടെ. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിച്ച കർത്താവായ യേശുവിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.